Good morning, students. Good morning, sir. Good morning, sir. Good morning, good morning. Good morning, sir. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഒരു ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും എന്താണ് ബന്ധം. അതായത് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ എന്ന് പറഞ്ഞിട്ടാണ് അത് ഉള്ളത്. ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ. അതിലൊരു പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ്, ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ സൈഡിന്റെ ലെങ്ത് നമുക്ക് കാണാൻ പറ്റും. സി എന്ന ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് എ ബി എന്ന സൈഡിന്റെ ലെങ്ത് കാണുക, അല്ലെങ്കിൽ എ ബി എന്ന സൈഡിന്റെ ലെങ്ത് കാണുക. ഇതിൽ നിന്ന് ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഇത് പഠിക്കുന്നത് ഇതിനെ ഈ ട്രയാങ്കിളിന് ഒരു സർക്കം സർക്കിൾ ഉണ്ടെങ്കിൽ ആ സർക്കം സർക്കിളിലൂടെയാണ് ഈ ട്രയാങ്കിളിന്റെ കേസ് പഠിക്കുന്നത്. ഏതൊരു ട്രയാങ്കിൾ എടുത്താലും അതിന് ഒരു സർക്കം സർക്കിൾ ഉണ്ട്, നമുക്ക് വരയ്ക്കാൻ പറ്റും. എന്താ ഈ സർക്കം സർക്കിൾ പറഞ്ഞാല്? സർക്കം സർക്കിൾ പറഞ്ഞാൽ എന്താ? പരിവൃത്തം. അപ്പൊ ഒരു പരിവൃത്തം നമുക്ക് വരച്ചാൽ ആ പരിവൃത്തം വരയ്ക്കുന്നത് സൈഡുകളുടെ ലംബസമഭാജികള് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് സർക്കം സർക്കിളിന്റെ സെന്ററായിട്ട് നമ്മൾ എടുക്കുക. അതൊന്നും പറയുന്നില്ലേ? ഒരു സർക്കം സർക്കിള് വരയ്ക്കാൻ എല്ലാവരും പഠിച്ചിട്ടുണ്ട്, പരിവൃത്തം വരയ്ക്കാൻ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരിവൃത്തം ഉണ്ടെങ്കിൽ ആ പരിവൃത്തത്തിലൂടെയാണ് നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് സൈഡും എന്നുള്ള ലെങ്ത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ്. അതിൽ നിന്ന് ഒരു സർക്കിളിൽ ഉണ്ടാകുന്ന ട്രയാങ്കിള് ഇവിടെ ഇപ്പോഴ് ഈ ട്രയാങ്കിൾ തന്നെ സർക്കം സർക്കിൾ വരച്ചു. ഇത് സൈഡുകള്, ഈ ട്രയാങ്കിളിന്റെ സൈഡുകള് ആ സർക്കിളിന്റെ കോണുകളായിട്ട് മാറി, ഞാണുകളായിട്ട് മാറി. അപ്പൊ നോക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു സർക്കം സർക്കിൾ എടുത്താൽ അതിലുള്ള സർക്കം സർക്കിൾ പറയുന്നത് ട്രയാങ്കിൾ ഉണ്ടാവും. ആ ട്രയാങ്കിളിന്റെ സൈഡുകളെല്ലാം ആ സർക്കിളിന്റെ കോണുകളായിട്ട് മാറി. ഈ കോണുകൾ അല്ലെങ്കിൽ ഞാണുകൾ ആ ട്രയാങ്കിളിന്റെ ആംഗിളുമായിട്ടുള്ള ബന്ധം എന്താണ്? അതുകൊണ്ടാണ് ഇവിടെ ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ എന്നുള്ള ചാപ്റ്റർ കൊടുക്കാൻ കാരണം. ട്രയാങ്കിളും സർക്കിളും എന്നുള്ള ഹെഡിങ് കൊടുക്കാനുള്ള കാരണം അതാണ്. ആ ട്രയാങ്കിൾ വരുന്നത് എവിടെയാണ്? ഒരു സർക്കിളിലാണ്. അങ്ങനെ വരുമ്പോൾ ട്രയാങ്കിളിന്റെ സൈഡുകളെല്ലാം ആ സർക്കിളിന്റെ എന്തായിട്ട് മാറുന്നു? കോഡുകളായിട്ട് മാറുന്നു, ഞാനുകളായിട്ട് മാറുന്നു. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഒരു സർക്കിളിൽ വരുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഒരു ആംഗിളിന്റെ വാല്യൂ അത് സെന്ററിൽ ഉണ്ടാക്കുന്ന കോണും തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ച കാര്യമാണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ പകുതിയാണ്. ഇത് എക്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ 2x ആണെങ്കിൽ ഈ ആംഗിൾ എക്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത്? സെക്കൻഡ് ചാപ്റ്ററായ സർക്കിളിലാണ് പഠിച്ചത്, അല്ലേ? അതായത് ഒരു ചാപത്തിലെ കോണിന്റെ അളവ് എന്ന് പറയുന്നത്, ചാപത്തിന്റെ ഡിഗ്രി അളവ് എന്ന് പറയുന്നത് അതിന്റെ കേന്ദ്രകോണിന്റെ അളവാണ്. ആ കേന്ദ്രകോണിന്റെ അളവിന്റെ പകുതിയാണ് മറുചാപത്തിലെ കോണിന്റെ അളവ്.
അല്ലെങ്കിൽ ഒരു ആർക്കിൽ ഇൻസ്ക്രൈബ് ചെയ്ത ആംഗിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിന്റെ ഡിഗ്രി മെഷർമെന്റിന്റെ ഹാഫ് ആണ് എന്നുള്ളതും പഠിച്ചതാണ്. അല്ലെങ്കിൽ ഇത് എക്സ് ആണ്, ഇത് 2x ആവുമ്പോൾ ഇത് എക്സ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ കണ്ടുപിടിച്ചിട്ടാണ് ഒരു ട്രയാങ്കിള് നമ്മൾ ഒരു വൃത്തത്തിൽ ഇൻസ്ക്രൈബ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ട്രയാങ്കിൾ വരയ്ക്കുന്നത് അത് ഉണ്ടാക്കുന്ന വൃത്തത്തിൽ കേന്ദ്ര കോൺ കണ്ടുപിടിച്ചിട്ടാണ്. 50, 60, 70 ആണ് ത്രികോണത്തിന്റെ കോണുകളെങ്കിൽ 50ന്റെ ഇരട്ടി 100 കേന്ദ്രത്തിൽ എടുക്കുന്നു, എന്നിട്ട് 2 ആരങ്ങൾ വരയ്ക്കുന്നു. 60ന്റെ ഇരട്ടി 120 എടുക്കുന്നു, മൂന്നാമത്തെ ആരം വരയ്ക്കുന്നു. ആ 3 ആരങ്ങളെ കൂടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ എന്താക്കി മാറ്റിയത്, ഒരു ത്രികോണം വരച്ചത്. അങ്ങനെയുള്ള ത്രികോണങ്ങൾ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോണുകൾ മാത്രം തന്നു കഴിഞ്ഞാൽ, ആ കോണുകൾ മാത്രം തരുമ്പോൾ വേറെ ഒരു കാര്യം കൂടി തരും. ആ വൃത്തത്തിന്റെ ആരമോ അല്ലെങ്കിൽ വ്യാസമോ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ ഏത് വൃത്തത്തിലാണോ ആ ത്രികോണം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം ഓർമ്മിക്കേണ്ട പോയിന്റ് ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് അതിന്റെ എതിർചാപത്തിലെ കോണിന്റെ അളവ് എന്ന തത്വം ഉപയോഗിച്ചാണ് ആ ത്രികോണം നമ്മൾ വരച്ചത്. എന്ന് പറയുമ്പോൾ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് 2x ആണെങ്കിൽ ഇത് എത്രയായിട്ട് മാറുന്നു, എക്സ് ആയിട്ട് മാറുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിട്ട് മാറുന്നു, 120 ആയിട്ട് മാറുന്നു. ഇത് 30 ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ കോണിന്റെ അളവ് 60 ഡിഗ്രി ആയിട്ട് മാറുന്നു. അങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ സൈഡ് ഞാൻ പറയാൻ വന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രയാങ്കിളില് ഈ കോണിന്റെ ലെങ്ത് ഞാണിന്റെ നീളം ട്രയാങ്കിളിന്റെ വശമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ കോണും ട്രയാങ്കിളിന്റെ കോണും എന്താണ് ബന്ധം എന്നാണ് ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചാപുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പൊ കേന്ദ്ര കോണിന്റെ അളവ് 60 ഡിഗ്രിയാണ്. ഈ ചാപത്തിന്റെ അളവ് എന്ന് പറയുന്നത്, ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺഫ്യൂഷൻ ആകുമ്പോൾ ഞാൻ പറഞ്ഞെല്ലാം ഒന്നിച്ച് ക്രോഡീകരിക്കാം. അപ്പൊ ഇപ്പോഴേ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിന്റെ അളവും ഈ ചാപത്തിന്റെ അളവും തമ്മിൽ ബന്ധമുണ്ട്. ഇത് നമ്മൾ 9ാം ക്ലാസ് പഠിച്ചാണ്. ചാപത്തിന്റെ നീളം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. x/360 ഇൻറ്റു 2 πr ആണ്. x/360 ഇൻറ്റു 2 πr ആണ് ഒരു ചാപത്തിന്റെ ഡിഗ്രി അളവ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ചാപത്തിന്റെ നീളം, ചാപത്തിന്റെ ഡിഗ്രി അളവല്ല, ചാപത്തിന്റെ നീളം. അതേപോലെ അതുണ്ടാക്കുന്ന വൃത്തഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് x/360 ഇൻറ്റു πr² ആണ്. ഈ 2 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. x/360 ഇൻറ്റു 2 πr ആ ചാപത്തിന്റെ നീളമാണ്. x/360 ഇൻറ്റു πr² എന്ന് പറയുന്നത് ആ വൃത്തഭാഗത്തിന്റെ, അതായത് ഇവിടെ ഉണ്ടാക്കുന്ന ഈ സെക്ടറിന്റെ ഇതായത് ഇതിന്റെ ഉള്ളിലുള്ള ഈ ഫുൾ സ്ഥലത്തിന്റെ ഡിഗ്രി പരപ്പളവാണ് നമ്മൾ കണ്ടത്. x/360 ഇൻറ്റു πr². ഇത് 9ാം ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻസ് ആണ്. x/360 ഇൻറ്റു 2 πr, അതേപോലെ x/360 ഇൻറ്റു πr². ഒന്ന് പരപ്പളവാണ്, മറ്റേ നീളമാണ്. ഇത് രണ്ടാണെങ്കിൽ ഈ ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സ് എന്ന് പറയുന്നത് എന്തെന്നാ, ഈ കേന്ദ്രത്തിലുണ്ടാക്കുന്ന ഈ കോണാണ്. കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണാണ് എക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ചാപത്തിന്റെ ഡിഗ്രി അളവാണ് എക്സ് എന്ന് പറയുന്നത്. ചാപത്തിന്റെ ഡിഗ്രി അളവ് പറഞ്ഞാൽ അത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ അളവാണ്. അപ്പൊ ഈ കോണിന്റെ അളവാണ് എക്സ് ആയി എടുക്കുമ്പോൾ 60 എടുക്കുമ്പോൾ 60/360 ഇൻറ്റു 2 πr എത്രയോ ആയിക്കോട്ടെ, 60/360 ഇൻറ്റു 2 πr എന്ന് വരും.
അതിന്റെ നീളം. ഇനി ഈ കോണ് 120 ആണെങ്കിൽ ഇതെന്തായിട്ട് മാറുന്നു? 120/360 ഇൻറ്റു 2πr ആയിട്ട് മാറുന്നു. 120/360 ഇൻറ്റു 2πr ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ 60 120 ആവുമ്പോൾ അതിന് നേരെ ഇരട്ടിയാണ്. 60 120 ആവുമ്പോൾ അതിന്റെ നേരെ ഇരട്ടിയാണ് അല്ലെ, 2 മടങ്ങാണ്. നമുക്കറിയാലോ 60 എന്നുള്ള കോണ് 120 എന്നുള്ള കോണാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന്റെ നേരെ 2 മടങ്ങാകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ 60/360 ഇൻറ്റു 2πr എന്ന് പറഞ്ഞത് 120/360 ഇൻറ്റു 2πr ആവാന്ന് പറഞ്ഞാലോ അതും എന്താവുകയാണ് ചെയ്യുന്നത്? അതിന്റെ 2 മടങ്ങാവുകയാണ് ചെയ്യുന്നത്. ക്ലിയറാണ് ഞാൻ പറഞ്ഞത്? 60/360 എന്ന് പറയുന്നത് 60 ഇവിടെ ശ്രദ്ധിക്കുക, 60/360 2πr ആണെന്നോട്ടെ, ഇത് നമ്മൾ നോക്കുന്നില്ല. 60/360 120/360 കാണുമ്പോൾ ഇൻറ്റു 2πr ആവുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഈ 120 എന്ന് പറയുന്നത് 2 ഇൻറ്റു 60 ആണ്. ഇതിന്റെ 2 മടങ്ങാവുകയാണ്. ആദ്യത്തത് 60/360 ഇൻറ്റു 2πr. രണ്ടാമത്തത് എന്തായിട്ട് മാറുന്നു? 120/360 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? 2 ഇൻറ്റു 60/360 തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തതിന് 2 മടങ്ങാവുകയും. ഇനി 180 ആണെങ്കിൽ എന്തായിട്ട് മാറുന്നു? 3 ഇൻറ്റു 60/360 ഇൻറ്റു 2πr എന്നാവും എന്ന് പറഞ്ഞാൽ ഈ നടുക്കുള്ള കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ എന്ത് മാറ്റമാണോ ഈ ഏതിലുണ്ടാക്കുന്നത്, ഈ ഇതില് ചാപത്തിന്റെ നീളത്തിൽ ഉണ്ടാക്കുന്നത്, അതേ മാറ്റം നമുക്ക് ഏതിലുണ്ടാവും? ചാപത്തിന്റെ നീളത്തിലുണ്ടാവും. കോണിലുണ്ടാകുന്ന മാറ്റം ഏതാണോ 60 120 ആവുമ്പോൾ 2 മടങ്ങാവുന്നത് പോലെ ചാപത്തിന്റെ നീളവും എന്തായിട്ട് മാറുന്നു? ആദ്യത്തതിന്റെ 2 മടങ്ങാകുന്നു. ഇനി ആദ്യം ചാപത്തിന്റെ കോണിന്റെ അളവ് 60-ൽ 180 ആവുമ്പോൾ 3 മടങ്ങാവുകയാണെങ്കിൽ ചാപത്തിന്റെ നീളവും എന്തായിട്ട് മാറുന്നു? ഈ 3 മടങ്ങായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചാപത്തിന്റെ നീളം എപ്പോഴും ഈ കോണിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. കോണിനുണ്ടാകുന്ന മാറ്റം എന്താണോ അതേ മാറ്റം ഏതിനും ബാധകമാണ്? ചാപത്തിന്റെ നീളത്തിനും ബാധകമാണ്. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്, ഇത് നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യമാണ്, ഇത് പഠിക്കാൻ പോകുന്നത് ഈ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഈ കോണിന്റെ അളവ് ചാപത്തിന്റെ നീളത്തിന് ആനുപാതികമാണെങ്കിലും ഇതിന്റെ കോണിന്റെ നീളത്തിന് ആനുപാതികമല്ല. യാതൊരു ബന്ധവുമില്ല. ചാപത്തിന്റെ നീളം ആനുപാതികമാണ്, അല്ലെങ്കിൽ അത് 2 മടങ്ങ്, കോണ് 2 മടങ്ങാവുന്നുണ്ടെങ്കിൽ ചാപത്തിന്റെ നീളം 2 മടങ്ങാവുന്നു. കോണിന്റെ അളവ് 3 മടങ്ങാവുമ്പോൾ ചാപത്തിന്റെ നീളം എത്രയാവുന്നു? 3 മടങ്ങാവുന്നു. അത് തുല്യമായിട്ട് പോകുന്നുണ്ട്, ആനുപാതികമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഈ കോഡ്, ഈ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണുണ്ടാക്കുന്ന കോഡ് അല്ലെങ്കിൽ ഞാണ്, ഈ ഞാണിന്റെ നീളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവാത്തവർ ഒരിക്കലും കൂടി നോക്കുക. ഞാനിപ്പോ പറഞ്ഞ കാര്യം ക്ലിയർ ആവാത്തവരുണ്ടാവും. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം ഇത് പറയാം. ഒരു ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണ് 60 ഡിഗ്രി. കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണ് 60 ഡിഗ്രി. ഇതിന്റെ ഈ ഞാണിന്റെ നീളം എന്തായിരിക്കും? ഇതിന്റെ ആരം 6 ആണ്. ഇവിടെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണ് 60 ഡിഗ്രിയാണ്. കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണ് 60 ഡിഗ്രിയാണ്. ഇതിന്റെ ആരം 6 ആണ്. ത്രികോണത്തിന്റെ ഈ വശം ABC ആണെങ്കിൽ, കേന്ദ്രം C ആണെങ്കിൽ C എന്ന കോൺ 60 ഡിഗ്രിയാണ്. AB എന്ന വശത്തിന്റെ നീളം എത്ര? യെസ്, അതാണ് പറയേണ്ടത്. അല്ലാതെ സൈനിലേക്ക് നമ്മൾ പോയിട്ടില്ല. സൈനിലേക്ക് പോണത്ര. ഇത് ഒരു സമഭുജ ത്രികോണമാണെന്നുള്ള ധാരണ ആദ്യം ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ കേന്ദ്രം
60 ഡിഗ്രി ആണെങ്കിൽ, കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണ് 60 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് ആരങ്ങളും ത്രികോണത്തിന്റെ വശങ്ങളായിട്ട് മാറും. ത്രികോണത്തിന്റെ വശങ്ങളാണ് ഇവിടെ 6 എടുത്താൽ ഇപ്പോഴത്തെ വശവും എന്തായിട്ട് മാറും? 6 ആയിട്ട് മാറും. അപ്പൊ ഈ രണ്ട് വശങ്ങള് 6 വീതം വരുമ്പോൾ ഈ ത്രികോണത്തിന്റെ പാദകോണുകൾ തുല്യങ്ങളായിട്ട് മാറും. അല്ലെങ്കിൽ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് കോണുകളും തുല്യമാണ്. അവ കൂട്ടിയാൽ 60 കഴിച്ചാൽ ബാക്കി 120 ആണ്. ഓരോ കോണും എത്ര ഡിഗ്രി വീതം വരും? 60 ഡിഗ്രി വീതം വരും എന്ന് പറയുമ്പോൾ ആ ത്രികോണം ഏത് ത്രികോണമായിട്ട് മാറുന്നു? സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് മാറുന്നു, അല്ലേ? അവിടെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിന്റെ അളവ് 60 ആണെങ്കിൽ, ഒരു ത്രികോണം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിന്റെ അളവ് 60 ആണെങ്കിൽ അതിന്റെ ഒരു സൈഡ് ആരം 6 എടുത്തെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ നീളവും എത്ര തന്നെ കിട്ടുന്നു? നമുക്ക് 6 സെന്റിമീറ്ററിന് കിട്ടുന്നു. 6 ഡിഗ്രി അല്ലെങ്കിൽ എത്ര സെന്റിമീറ്റർ എന്ന് വെച്ചാൽ അതിന് കിട്ടുന്നു. ആരത്തിന് തുല്യമായിരിക്കും ഏത് നമുക്ക് പറയാം? അതിന്റെ ഒരു വശത്തിന് നീളം എന്ന് പറയാം. ഇതെന്തുകൊണ്ടാണ് കിട്ടാൻ കാരണം? ഈ ത്രികോണം സമഭുജ ത്രികോണം ആയതുകൊണ്ടാണ്, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ്. ഇവിടെ ഇത് 60 ആണെങ്കിൽ ബാക്കി രണ്ട് കോണുകൾ എത്ര വീതം വരും? 60 ഡിഗ്രി വീതം വരും. അപ്പൊ 3 കോണുകളും തുല്യമാണെങ്കിൽ ആ ത്രികോണം എന്തായിട്ട് മാറുന്നു? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് മാറുന്നു. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡുകൾ തുല്യമാണെങ്കിൽ, ഇത് 6 ആണെങ്കിൽ ബാക്കിയുള്ള രണ്ട് വശങ്ങളും എത്ര വീതം വരും? 6 സെന്റിമീറ്റർ തന്നെ വരിക. അപ്പോ ഇവിടെ എനിക്ക് ഈ 60-ന് എതിരെയുള്ള വശം എത്ര കിട്ടുന്നത്? 6 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ പോയിന്റ് ഒന്ന് ഓർക്കുക. 60 ഡിഗ്രി എടുക്കുമ്പോൾ if the center angle in the center is 60 degree, then the radius is r, then side of the triangle is also r സെന്റിമീറ്റർ ആയിരിക്കും. അതായത് റേഡിയസ് എത്രയാണോ ഉള്ളത് അത് തന്നെയാണ് ഇതിനെ തുല്യമായിട്ട് വരിക, അതിന്റെ ഒരു സൈഡിന്റെ ലെങ്തുമായിട്ട് വരിക. അപ്പൊ റേഡിയസ് 6 സെന്റിമീറ്റർ ആണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ സൈഡ്, അത് ഓപ്പോസിറ്റ് സൈഡ് എത്രയായിട്ട് മാറുന്നു? 6 സെന്റിമീറ്റർ, അല്ലെങ്കിൽ എല്ലാ സൈഡും 6 സെന്റിമീറ്റർ വീതമായിട്ട് മാറുന്നു. ഇനി അടുത്തത് മാറ്റം. ഇഫ് ദാറ്റ് ആംഗിൾ ഈസ് 120 ഡിഗ്രി, then what is the length of the opposite side? അത് സെന്ററിൽ ഉണ്ടാക്കുന്ന കോണ് അതേ ചിത്രം തന്നെ ഇവിടെ ഈ സെന്ററിൽ ഉണ്ടാക്കുന്ന ഈ കോണ് ഡബിൾ ഓഫ് 60 എന്ന് പറയുമ്പോൾ അത് 120 ആയിട്ട് മാറുന്നു വരും. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദി കോഡ് എന്തായിരിക്കും? ഈ കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ഇത് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെയും കൂടി കണക്കാക്കണം. ഈ കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളായത്, അല്ലെ? 120 എന്ന് പറയുന്നത് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാ. ഈ കോഡ് എ ബി എന്ന കോഡ് സി എന്ന സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എത്ര? 60. അതാണ് എന്തായിട്ട് മാറുന്നത്? ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് മാറിയിട്ട് ഈ റേഡിയസിൽ ഏതിന് തുല്യമായിട്ട് മാറുന്ന? ഈ സൈഡിന് എ ബിക്ക് തുല്യമായിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ റേഡിയസ് 6 തന്നെ, മാറ്റമൊന്നുമില്ല. ഇതിന്റെ റേഡിയസ് 6 തന്നെ. ഇവിടെ സെന്ററിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിള് 120 ഡിഗ്രിയാണ്. സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് 120 ഡിഗ്രിയാണ്. എന്തായിരിക്കും ഇതിന്റെ ലെങ്ത് നാം കണ്ടുപിടിക്കണം? ഏതിന്റെ ലെങ്ത്? ഇവിടെ ഞാൻ പേര് കൊടുക്കുന്നു നേരത്തെ പോലെ തന്നെ ABC എന്നുള്ള പേര് കൊടുക്കുന്നു വിചാരിച്ചു. അവിടെ AB-യുടെ ലെങ്ത് എനിക്ക് കാണണം. ഈ AB-യുടെ ലെങ്ത് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എവിടെയാണ് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്? വൃത്ത കേന്ദ്രത്തിൽ നിന്ന്, സെന്ററിൽ നിന്ന് AB-യിലേക്കുള്ള പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ രണ്ട് പ്രത്യേകതകളുണ്ട്. ഇവിടെ 90 ഡിഗ്രി എന്നുള്ള റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഈ പെർപെൻഡിക്കുലർ AB-യെ എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു, അല്ലേ? ഈ പെർപെൻഡിക്കുലർ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്കുള്ള ലംബം ഞാനിനെ സമഭാഗം ചെയ്യുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, സി ഡി എന്നത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഈ ഡി എന്നുള്ള പോയിന്റ് ഏതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും?
എ ബിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ സിയിൽ നിന്ന് ഡിയിലേക്ക് അല്ലെങ്കിൽ എ ബിയിലേക്ക് പെർപെൻഡിക്കുലർ വരക്കുമ്പോൾ എന്ത് പ്രത്യേകത ഉണ്ടാവുന്നത്? ഇവിടെ ഇത് 90 ഡിഗ്രി ആയിട്ട് മാറി, ഇത് 60 ഡിഗ്രി ആയിട്ട് മാറി, ഈ ആംഗിൾ എന്തായിട്ട് മാറും? 30 ഡിഗ്രി ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഒരു റൈറ്റ് ട്രയാംഗിൾ ഉണ്ടായി. ഈ റൈറ്റ് ട്രയാംഗിളിന്റെ ആംഗിൾസ് എല്ലാം എന്തായിട്ട് മാറുന്നു? 30, 60, 90 ആയിട്ട് മാറുന്നു. ക്ലിയർ ആണ് ഞാൻ പറയുന്നത്? ഇത്ര പറഞ്ഞ് മനസ്സിലായ? ഈ ട്രയാംഗിൾ ഞാൻ എന്താ ചെയ്തത്? സി എന്ന മിഡ് പോയിന്റ്, സി എന്ന വൃത്തകേന്ദ്രത്തിൽ ഏതുണ്ടാക്കുന്നത്? എ ബി എന്ന കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾ 60ക്ക് പകരം 120 അതിന് ഡബിൾ ആകുമ്പോൾ എന്ത് പ്രത്യേകത വരുന്നു? അല്ലെങ്കിൽ 120 ആകുമ്പോൾ എ ബി എന്ന കോഡിന്റെ നീളം എന്താണെന്ന് കണ്ടുപിടിക്കുക ചെയ്യുന്നു. ഇവിടെ എ ബിയുടെ നീളം വൃത്തത്തിന്റെ ആരത്തിന് തുല്യമായിട്ട് മാറി. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടിയേ? 6 കിട്ടി. ഇത് എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാൻ കാരണം? ഇത് ഈക്വിലാറ്ററൽ ട്രയാംഗിൾ ആവുന്നത് കൊണ്ടാണ്. ഇവിടെ 60 ആണെങ്കിൽ ഈ ബാക്കി രണ്ട് കോണും 60 വീതം വരുന്നത് കൊണ്ടാണ് ഈക്വിലാറ്ററൽ ട്രയാംഗിൾ ആവുന്നു. അതുകൊണ്ട് എല്ലാ വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഈ 6 ഇവിടെ വരുന്നത്. ഇനി ആ 60 ഡിഗ്രിക്ക് പകരം ഇത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് 120 ഡിഗ്രി ആണെങ്കിലോ എന്നാണ് പിന്നെ രണ്ടാമത്തെ ചോദ്യം. 120 ഡിഗ്രി ആണെങ്കിൽ നമ്മൾക്കതിനെ ഒരു ട്രയാംഗിൾ ആയിട്ട് മാറി. ഈ ട്രയാംഗിളിൽ 120 വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലംബം വരക്കാൻ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓർമ്മിക്കുക. അതിന്റെ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ വരച്ചു. അങ്ങനെ ആൾട്ടിറ്റ്യൂഡ് വരക്കുമ്പോൾ അത് രണ്ട് റൈറ്റ് ട്രയാംഗിൾസ് ആയിട്ട് മാറി. ഇവിടെ വൃത്തമായതുകൊണ്ട് സെന്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ആ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു. സെന്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ കോഡിനെ എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഡി എന്നത് ഏതിന്റെ പകുതിയായിരിക്കും? എ ബിയുടെ മധ്യബിന്ദുവായിരിക്കും. അല്ലെങ്കിൽ എയിൽ നിന്ന് ഡിയിലേക്കുള്ള നീളവും ബിയിൽ നിന്ന് ഡിയിലേക്കുള്ള നീളവും തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഇത് സി ഡി പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ ആംഗിൾ 120 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിട്ട് മാറുന്നു? പകുതിയാക്കുന്നു. അതായത് പകുതിയാക്കുമ്പോൾ ഒരു ആംഗിൾ എത്രയായിട്ട് മാറുന്നു? 60 ഡിഗ്രി ആയിട്ട് മാറുന്നു. ഇത് 60 ആകുമ്പോൾ ഇത് 90 ആണെങ്കിൽ ഈ കോണ് എത്ര ഡിഗ്രി കിട്ടുന്നു? 30 ഡിഗ്രി കിട്ടുന്നു അല്ലെ? അപ്പൊ ഇത് ഈ ട്രയാംഗിള് 30, 60, 90 ഇങ്ങനെ ഇത് പകുതിയാക്കുന്നു എന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ഇറക്കുമ്പോൾ പകുതിയാക്കണമെന്നില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതുകൊണ്ട് ഇത് 120 ആണെങ്കിൽ ഇത് രണ്ടും കൂടിയത് എത്രയാവണം? ഇത് രണ്ടും കൂടിയത് എത്രയാവണം? 60 ഡിഗ്രി ആവണം. ട്രയാംഗിൾ അല്ലെ 120 കഴിച്ച് ബാക്കി 60 ആവുന്നുണ്ട്. ഇത് രണ്ടും തുല്യമാണെന്ന് അറിയാത്തതുകൊണ്ട് ആരങ്ങളാണ് ഈ രണ്ട് സൈഡുകളും. ആരങ്ങൾ തുല്യമാകുമ്പോൾ ഈ രണ്ട് കോണുകളും എന്തായിട്ട് മാറുന്നു? തുല്യമായിട്ട് മാറുന്നു. അപ്പൊ ഓരോ കോണും എത്ര വീതം വരും? 30 ഡിഗ്രി വീതം വരും. ഇത് 30 ആവുമ്പോൾ ബാക്കി ഉണ്ടാവുമ്പോൾ എത്രയായിരിക്കും? 60 ആയിരിക്കും. എങ്ങനെയായാലും നമുക്കത് കിട്ടും ഏത് നിയമത്തിലൂടെ പോയാലും. അപ്പൊ നമുക്ക് ആ ഒരു ട്രയാംഗിള് റൈറ്റ് ട്രയാംഗിൾ ആകുന്നു. അതിന്റെ ആംഗിൾ എന്തായിട്ട് മാറുന്നു? 30, 60, 90 ആയിട്ട് മാറി. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ് 30, 60, 90 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ 90-നെതിരെയുള്ളതാണ് ഞാൻ ഏതെടുത്തത്? 6 ആയിട്ട് എടുത്തത്. 30, 60, 90-നെതിരെയുള്ളത് 1:√3:2 ആണ്. 30, 60, 90-ന് എതിരെയുള്ള വശങ്ങളുടെ നീളങ്ങൾ എത്രയായിട്ട് മാറുന്നു? 1:√3:2 അല്ലെങ്കിൽ a√3 2a ആണ് അല്ലെ? ആ 2a 90-ന് എതിരെയുള്ളത് 2a ആണ്. 2a ആണ് 6 എങ്കിൽ a എന്ന് പറയുന്നത് അര 6 ആണ് അല്ലെങ്കിൽ 6/2 ആണ്. എഴുതിയത് മനസ്സിലായോ? 2aക്ക് പകരമാണ് ഏതുള്ളത്? 2aക്ക് പകരമാണ് ഏതുള്ളത്? 6 ഉള്ളത് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് 6. അപ്പോ ഇവിടെ 90 എന്നുള്ള കോണിനെതിരെയുള്ള വശം നമുക്ക് 1:√3:2 എന്ന് പറഞ്ഞാൽ ആ വിലകൾ എടുക്കേണ്ടത് നമ്മൾ പറഞ്ഞ ഓർമ്മിക്കുക. എയും √3a-യും 2a-യും ആണ്. 2aക്ക് പകരമാണ് എനിക്ക് ഏതുള്ളത്? 6 എന്നുള്ള വിലയുള്ളത്, 90-നെതിരെയുള്ള വിലയുള്ളത്. അപ്പൊ 6 എന്ന് പറയുന്നത് 2a ആണെങ്കിൽ എക്ക് പകരം 6/2. 6/2 എന്ന് പറഞ്ഞാല് എന്ത് തന്നെയാണത്? അര 6 തന്നെയല്ലേ? 6/2 എന്ന് പറഞ്ഞാൽ എന്തെന്ന്? അര 6 തന്നെയാണ്. ഹാഫ് 6 ആണ്.
എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് എന്താണ് 30-നെതിരെയുള്ളതാണ്. അപ്പൊ ഈ ലംബത്തിന്റെ നീളം, ഈ ലംബത്തിന്റെ സി ഡിയുടെ നീളം എനിക്ക് കിട്ടുക എത്രയായിട്ട് മാറുന്നു? 1/6 ആവുന്നു. മനസ്സിലാവുന്നില്ലേ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 60-നെതിരെയുള്ള വശം എത്രയായിട്ട് മാറും? 60-നെതിരെയുള്ള വശം എന്തായിട്ട് മാറും? √3 a ആണ് വേണ്ടത്. അതായത് √3 അര ഇൻറ്റു അര എന്ന് പറയുന്നത് √3/2 6 എന്ന് എഴുതിയാ പോരെ? √3/2 6 എന്ന് എഴുതിയാ പോരെ? തിരിഞ്ഞോ? മനസ്സിലായ? √3 a ആണ് 60-നെതിരെയുള്ള വശം. എ എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര കിട്ടി? 1/6 എന്ന് കിട്ടി. അപ്പോ √3 a എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു √3 ഇൻറ്റു 1/6 എന്ന് പറഞ്ഞാൽ √3/2. √3 ഇൻറ്റു 1/6 √3/2 അത്ര 6. ഇതാണ് ഏത്? ഇവിടെ കിട്ടുന്ന ഡി ബിയുടെ നീളം. ഡി ബി എന്ന് പറയുന്നത് √3/2 6. ഡി ബി എന്ന് പറയുന്നത് √3/2 6. എനിക്ക് വേണ്ടത് എ ബി ആണ്. എന്താ എ ബി എന്ന് പറഞ്ഞാല്? ഇതിന്റെ പകുതിയാണ് ഡി ബി. എ ബി എത്ര നീളമുണ്ടോ ഡി മധ്യബിന്ദുവാണെന്ന് നമ്മൾ പറഞ്ഞു. ഡി ബി പകുതിയാണെങ്കിൽ എ ബി ഇതിന്റെ 2 മടങ്ങ് 2 × √3/2 6. അതായത് √3 6. എനിക്ക് കിട്ടുന്നത് എ ബി എന്ന ഈ കോണിന്റെ നീളം √3 6 ആണ്. 60 വരുമ്പോൾ എനിക്ക് കോണിന്റെ നീളം 6 കിട്ടി. 120 വരുമ്പോൾ കോണിന്റെ നീളം √3 6 ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതിലേക്ക് പോവുകയാണ്. ആദ്യം പറഞ്ഞ പകുതിയാക്കിയതിലേക്ക്. 60 ആണെങ്കിൽ x/360 × 2/2π6. അത് ഏതിന്റെ നീളമാണ്? ആ ചാപത്തിന്റെ നീളം. 60 ഉണ്ടാക്കുന്ന ഈ ചാപത്തിന്റെ നീളം, എ ബി എന്ന ചാപത്തിന്റെ നീളമാണ് x/360 × 2π6. 60/360 × 2π6. ഇത് 60 കേന്ദ്ര കോണിന്റെ സെന്റർ ഉണ്ടാക്കുന്ന കോണിന്റെ ചാപത്തിന്റെ നീളം. ആ സമയത്ത് എനിക്ക് കിട്ടിയ കോണിന്റെ നീളം 6 മാത്രം. കോണിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഞാണിന്റെ നീളം അത് 6 ആണ്. രണ്ടാമത്തെ കേസ് ഞാൻ എടുത്തു. 60-ന് പകരം 120 എടുത്തു. 120 എടുക്കുമ്പോൾ ഈ ചാപത്തിന്റെ നീളം 120/360 × 2π6. 120/360 × 2π6. 120 എന്ന് പറഞ്ഞാൽ 2 × 60. 120 എന്ന് പറഞ്ഞാൽ 2 × 60. അപ്പൊ 60/360 × 2π6-നെ 2 കൊണ്ട് ഗുണിച്ചാലാണ് ഇവിടെ ചാപത്തിന്റെ നീളം കിട്ടുന്നത്. 60 ഡിഗ്രി ഉണ്ടാവുമ്പോൾ ചാപത്തിന്റെ ഡിഗ്രിയുടെ നീളം, ചാപത്തിന്റെ നീളം എത്രയുണ്ടോ അതിന്റെ 2 മടങ്ങാണ് കോണ് 2 മടങ്ങാവുമ്പോഴും കിട്ടുക. കോണ് 60-ന് പകരം 120 ആവുമ്പോൾ അവിടെ കിട്ടുന്ന ചാപത്തിന്റെ നീളവും എത്ര തന്നെയാണ്? 2 മടങ്ങ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിന്റെ അളവിന് ആനുപാതികമായിട്ട് ചാപത്തിന്റെ നീളം മാറുന്നുണ്ട്. ചാപത്തിന്റെ നീളം കോണ് 60-ൽ നിന്ന് 120 ആവുമ്പോൾ 2 മടങ്ങാവുമ്പോൾ ചാപത്തിന്റെ നീളം എന്താവുന്നു? 2 മടങ്ങ് തന്നെ ആവുന്നു. 60/120 × 2π6 2 × 60/120 × 2π6 ആവുന്നു. ഇനി എത്രയായാലും കോണിന്റെ മാറ്റം എന്താണ്? ആ കോണിന്റെ മാറ്റം തന്നെയായിരിക്കും ഏതിനുണ്ടാവുന്നത്? ചാപത്തിന്റെ നീളത്തിനുണ്ടാകുന്ന മാറ്റം. അത് ഏതിനും ബാധകമാണ്. ചാപത്തിന്റെ പരപ്പളവിലുണ്ടാകുന്ന മാറ്റത്തിനും ബാധകമാണ്. പക്ഷെ പരപ്പളവ് നമ്മൾ പറയുന്നില്ല, നീളം മാത്രമേ പറയുന്നു. എന്നാൽ ഈ
കോണ് ഉണ്ടാക്കുന്ന ഞാണിന്റെ നീളം, കോണിന്റെ നീളം 66 എനിക്ക് കിട്ടിയത്. 60-ന് 6 കിട്ടിയത്. 120 ആകുമ്പോൾ എനിക്ക് കിട്ടുന്നത് √3 6. 60 120 ആകുമ്പോൾ ഡബിൾ ആവുന്നുണ്ട്. 6 എങ്കിൽ എനിക്ക് ആനുപാതികമാണെങ്കിൽ 6 എന്തായിട്ട് മാറണമായിരുന്നു? 2 6 ആവണമായിരുന്നു. ക്ലിയർ ആണോ പറഞ്ഞത്? ആദ്യത്തതിന് 6 ഉള്ളതെങ്കിൽ രണ്ടാമത്തിന് ആനുപാതികമാണെങ്കിൽ എന്ത് ചെയ്യണം? 2 6 കിട്ടണം. പക്ഷെ എനിക്ക് കിട്ടിയത് എത്രയാ? √3 6 കിട്ടിയത്. അപ്പൊ കോണിന്റെ നീളം ഒരിക്കലും ആനുപാതികമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്കിവിടെ കേന്ദ്രത്തിൽ ഒരു ചാപം അല്ലെങ്കിൽ ഒരു ആർക്ക്, ഒരു ഞാണ് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് 60 ഡിഗ്രി ആണെങ്കിൽ ആ ചാപത്തിന്റെ നീളം ആ ഞാണിന്റെ നീളം 6 ആണ്. ഏത്? ആരം 6 ആണെങ്കിൽ അതിന്റെ നീളം, ചാപത്തിന്റെ ഞാണിന്റെ നീളം 6 ആണെന്ന് ഓർമ്മിക്കണം. അതേപോലെ 120 കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ അളവെങ്കിൽ അതിന്റെ ഞാണിന്റെ നീളം √3 6 ആണ്. കോണ് മാറുന്നതിനനുസരിച്ച് ആ ഞാണിന്റെ നീളം മാറുന്നില്ല. കോണ് മാറുന്നതിനനുസരിച്ച് കോൺ ഇരട്ടിയാവുന്നുണ്ടെങ്കിൽ ഞാണിന്റെ നീളം ഇരട്ടിയാവുന്നില്ല. 6 ആണെങ്കിൽ മറ്റത് √3 6 ആകുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ 2 പോയിന്റ് നിങ്ങൾ ഓർമ്മിക്കണം. ഇഫ് ദി ആംഗിൾ ഇൻ ദി സെന്റർ ഈസ് 60 ഡിഗ്രി, ഇഫ് ആംഗിൾ ഇൻ ദി സെന്റർ ഈസ് 60 ഡിഗ്രി, then length of the chord is r. If the radius is r, then length of the chord is r. അതിന്റെ റേഡിയസ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി കോഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി റേഡിയസ്. അത് രണ്ടിനും തുല്യമായിരിക്കും. അപ്പോ റേഡിയസ് എത്രയുണ്ടോ ആ റേഡിയസ് ഏതിന് തുല്യമായിട്ട് മാറുന്നു? ഈ കോണിന് തുല്യമായിട്ട് മാറുന്നു. അല്ലെങ്കിൽ റേഡിയസ് ആൻഡ് ലെങ്ത് ഓഫ് ദി കോഡ് ആർ സെയിം. എങ്ങനെയാണെങ്കിൽ ഇഫ് ദി ആംഗിൾ ഇൻ ദി സെന്റർ ഈസ് 60 ഡിഗ്രി, 60 ഡിഗ്രിയാണ് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന്റെ റേഡിയസും അതിന്റെ കോഡും എന്തായിട്ട് മാറുന്നു? തുല്യമായിരിക്കും. രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞത് 60-ന് പകരം 120 ഡിഗ്രിയാണ് സെന്ററിൽ ഉണ്ടാക്കുന്ന കോണെങ്കിൽ, 120 ആണ് സെന്ററിൽ ഉണ്ടാക്കുന്ന കോണെങ്കിൽ ആ കോഡിന്റെ നീളം √3 6 അല്ലെങ്കിൽ പ്രോഡക്റ്റ് റേഡിയസിന്റെ √3 ടൈംസ് ആണ്. റേഡിയസിന്റെ √3 ടൈംസ് ആണ് അതിന്റെ ലെങ്ത്, കോഡിന്റെ ലെങ്ത് എന്ന് നമുക്ക് പറയാം. √3 6 ആണ്. ഈ 2 പോയിന്റ് വളരെ പ്രധാനപ്പെട്ടാണ്, ഓർമ്മിക്കണം. 60 ആകുമ്പോൾ റേഡിയസ് ഈക്വൽ ടു റേഡിയസ് ആണ് കോഡിന്റെ നീളം. അതേപോലെ 120 ആണെങ്കിൽ അത് ഉണ്ടാക്കുന്ന നീളം എന്തായിരിക്കും? √3 6 ആയിരിക്കും. ഇത് ഓർമ്മിക്കുക. 120 ഡിഗ്രിയാണ്. 60 ഡിഗ്രി എടുക്കുമ്പോൾ റേഡിയസ് 6 ആണെങ്കിൽ ആ കോഡിന്റെ നീളം എത്രയായിട്ട് മാറുന്നു? 6 ആയിട്ട് മാറുന്നു. 120 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പറഞ്ഞു √3 6 ആണ് കോഡിന്റെ നീളം. ഇനി അതല്ലാത്തൊരു കോണമെന്ന് വിചാരിച്ചോ, നേരെ ഡബിൾ അല്ലാത്ത, ഇപ്പോൾ 100 ഡിഗ്രിയാണ്. സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് 100 ആണ് എന്ന് വിചാരിക്കാം. ഇതേപോലെ ABC, സിയിൽ ഉണ്ടാക്കുന്ന കോണ് 100 ഡിഗ്രിയാണ്. ഇവിടെയാണ് നേരത്തെ ആരോ ഉത്തരം പറഞ്ഞ പോലെ വരിക. നേരത്തെ ആരോ സൈനിന്റെ കാര്യം പറഞ്ഞു, ഇങ്ങനെ സൈൻ എന്ന് പറഞ്ഞാൽ പോരാ. അപ്പൊ അവിടെ സിയിൽ ഉണ്ടാക്കുന്ന കോണ് 100 ഡിഗ്രിയാണ്. പ്രോസസ്സ് യാതൊരു മാറ്റമില്ല. നമ്മൾ നേരത്തെ 120 ചെയ്ത പോലെ തന്നെ സിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ വരക്കുന്നു. ഇവിടെ പെർപെൻഡിക്കുലർ വരക്കുമ്പോൾ ഈ ആംഗിൾ എത്രയായിട്ട് മാറുന്നു? 50 ആയിട്ട് മാറുന്നു. ഇത് 90 ഡിഗ്രി ആയി അല്ലെ? ഇത് 100 ആകുമ്പോൾ ഇത് രണ്ടും കൂടി 40 വരിക. അപ്പൊ ഇത് 50 ആയിട്ട് മാറും. അപ്പൊ ഈ ട്രയാങ്കിള് കോണുകൾ എത്രയായിട്ട് മാറുന്നു? 40 50 90 ആയിട്ട് മാറുന്നു.
ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ സി ഡി ബി എന്നുള്ള ട്രയാങ്കിൾ എടുത്താൽ സി ഡി ബി എന്ന ട്രയാങ്കിളില് ഡി എന്നുള്ള കോണ് 90 ഡിഗ്രിയാണ്. ഈ രണ്ട് കോണുകൾ 40ഉം 50ഉമാണ്. 100നെ പകുതിയാക്കുമ്പോൾ 50 ആയിട്ട് മാറും. ഒരു കോൺ 50 ആകുമ്പോൾ മറ്റേത് 40 ആയിട്ട് മാറും. നമ്മൾ നേരത്തെ എടുത്ത പോലെ ഡിക്ക് ഓപ്പോസിറ്റ് റേഡിയസ്, അപ്പോൾ ബി സി എന്നത് റേഡിയസ് തന്നെയാണ് 6 എടുത്തത്. മറ്റു രണ്ട് വശങ്ങള് ഒന്ന് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡുമാണ്. അപ്പോ 50 ഡിഗ്രി എന്നുള്ള കോണാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ വശം എന്തായിട്ട് മാറുന്നു? ഓപ്പോസിറ്റ് ആയിട്ട് മാറുന്നു. ഇത് അഡ്ജസന്റ് ആയിട്ട് മാറുന്നു. ഇത് ഓപ്പോസിറ്റ് ഡി ബി അല്ലെങ്കിൽ ബി ഡി എന്നത് ഓപ്പോസിറ്റ് ആയിട്ട് മാറുന്നു. ഈ സി ഡി എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ആയിട്ട് മാറുന്നു. നമുക്ക് വേണ്ടത് ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് കിട്ടിയാൽ അതിന്റെ ഡബിൾ കണ്ടാലാണ് ഏതിന്റെ നീളം കിട്ടുക? എ ബിയുടെ നീളം കിട്ടുക. ഞാൻ നേരത്തെ ചെയ്ത അതേ മാർഗം തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുക. ഡി ബി ബൈ ബി സി അല്ലെങ്കിൽ സി ബി എന്ന് പറയുന്നത് ഏതിന് തുല്യമായിട്ട് മാറുന്നു? സൈൻ 50ന് തുല്യമായിട്ട് മാറുന്നു. എഴുതിയത് മനസ്സിലായോ എല്ലാവർക്കും? ഡി ബി എന്ന ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡുള്ള കർണവശം, എതിർവശം ബൈ കർണവശം എന്ന് പറയുന്നത് ഡി ബി ബൈ സി ബി അല്ലെങ്കിൽ ബി സി. ഇത് ഏതിന് തുല്യമാകുന്നു? എതിർവശം ബൈ കർണവശം എന്ന് പറഞ്ഞാൽ സൈനാണ്, ആംഗിൾ 50 ഡിഗ്രിയാണ്. അപ്പൊ ആംഗിൾ കൊടുത്തു, സൈൻ 50 എന്ന് എഴുതി. അങ്ങനെ വരുമ്പോൾ ഡി ബി ബൈ ബി സി എന്ന് പറയുന്നത് ഏതാണ്? സി ബി എന്ന് പറയുന്നത് ഏതാണ്? ആരമാണ്. അത് നമ്മൾ ഏതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? 6 കൊണ്ടാണ്. അപ്പൊ എനിക്ക് കിട്ടിയത് പിന്നെ അത് സൈൻ 50 തുല്യമാണ്. അപ്പൊ ഡി ബി എന്ന് പറയുന്ന നീളം ഈ ബൈ 6 ഇങ്ങോട്ട് വരുമ്പോൾ ആർ സൈൻ 50 ആവും. അപ്പോ ഡി ബി എന്ന ഈ പകുതിയുടെ നീളമാണ് ആർ സൈൻ 50. പകുതിയുടെ നീളമാണ് ആർ സൈൻ 50. അതിന്റെ 2 മടങ്ങാണ് ഏതെന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ. അപ്പൊ എ ബി എന്ന് പറയാൻ എ ബിയുടെ നീളമാണ് വേണ്ടത്. അത് 2 ഡി ബി ആണ്. അതായത് 2 ആർ സൈൻ 50 ആണ്. 2 ആർ സൈൻ 50 ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പ്രത്യേകം ഓർമ്മിക്കുക. കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് എത്രയാണോ അത് 100 ആണെങ്കിൽ അതിന്റെ പകുതിയാണ് ഞാൻ എടുക്കുന്ന എനിക്ക് കിട്ടുന്ന കോണ്. അപ്പോ എ ബി എന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കുക, അതിന്റെ ഹാഫ് അതാണ് 50. 100 ആണെങ്കിൽ 50. അതിന്റെ സൈൻ, ഇപ്പൊ സൈൻ 50, അതും 2r. 2r മീൻസ് 2 into r മീൻസ് ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസിന്റെ 2 മടങ്ങ്, ഡബിൾ ഓഫ് ദി റേഡിയസ്. അതിന്റെ പ്രോഡക്റ്റ് ആണ് ഏതിന്റെ നീളം? എ ബിയുടെ നീളം. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് എ കോഡ്. ലെങ്ത് ഓഫ് എ കോഡ് ഇൻ എ സർക്കിൾ ഈസ് product of the diameter and sine of half the angle in circle. Product of the diameter and half the angle in center. Sine of half the angle in center. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഞാനിപ്പോ പറഞ്ഞത് വേണമെങ്കിൽ എഴുതുക. ഇൻ എ സർക്കിൾ ദി ലെങ്ത് ഓഫ് എനി കോഡ് ഈസ് ഡബിൾ ദി പ്രോഡക്റ്റ് ഓഫ് the radius
and the sine of half of the center angle. ഒരു വൃത്തത്തിലെ ത്രികോണത്തിന്റെ ഒരു വൃത്തത്തിലെ ഏത് ഞാണിന്റെയും നീളം, ഒരു വൃത്തത്തിലെ ഏത് ഞാണിന്റെയും നീളം കേന്ദ്രകോണിന്റെ പകുതിയുടെ സൈനിനെ, കേന്ദ്രകോണിന്റെ പകുതിയുടെ സൈനിനെ ആരം കൊണ്ട് ഗുണിച്ചതിന്റെ 2 മടങ്ങാണ്. 100 ഡിഗ്രി എടുത്തു, അത് ഏതെങ്കിലും എടുത്താലും ഇവിടെ 100ന് പകരം 80 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ കോഡിന്റെ ലെങ്ത് എന്തായിട്ട് മാറും? 2r സൈൻ 40 ആയിട്ട് മാറും. റേഡിയസ് എന്തായാലും ഉണ്ടാവുമല്ലോ, 2r സൈൻ 40 ആയിട്ട് മാറും. ഇനി 110 ആണെങ്കിലോ, സെന്ററിൽ ഉണ്ടാക്കുന്ന കോണ് 110 ആണെങ്കിലോ 2r സൈൻ 55 ആയിട്ട് മാറും അല്ലേ? 2r സൈൻ 55 ആയിട്ട് മാറും. സെന്ററിൽ ഉണ്ടാക്കുന്ന കോണ് 140 ആണെങ്കിലോ, സെന്ററിൽ ഉണ്ടാക്കുന്ന കോണ് 140 ആണെങ്കിലോ 2r സൈൻ 70 ആയിട്ട് മാറും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഒരു ട്രയാങ്കിള്, ആ ട്രയാങ്കിള് ഏതിലാണുള്ളത്? സർക്കം സർക്കിൾ ആയിട്ടുള്ള ട്രയാങ്കിൾ. ഇപ്പൊ ഇവിടെ ഇതാണ് ട്രയാങ്കിൾ ABC എന്ന ട്രയാങ്കിൾ. O എന്നുള്ളത് അതിന്റെ സർക്കം സെന്റർ, ABC എന്ന ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് 50 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി. 50, 60, 70 എന്നെ വേണമെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ. നമുക്കിവിടെ ഈ 3 ആംഗിൾ നമുക്കുണ്ട്. അതിന്റെ സൈഡുകളുടെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. സൈഡുകളുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ സൈഡെല്ലാം ഈ സർക്കിളിന്റെ എന്തായിട്ട് മാറി? കോഡുകളായിട്ട് മാറി. നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരിക. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിലേക്ക് BC എന്ന് പറയുന്നത് ഒരു കോഡാണ്. അതേപോലെ AC ഒരു കോഡാണ്. അതേപോലെ AB ഒരു കോഡാണ്. ഈ കോഡുകളുടെ നീളം കണ്ടുപിടിക്കുക എന്നതിലേക്ക് വന്നു. ഇതിന്റെ കോഡിന്റെ നീളം കാണണമെങ്കിൽ എനിക്ക് ആ കോഡുകൾ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കിട്ടിയാൽ മതി. ഈ കോഡിന്റെ നീളം എനിക്ക് കാണണമെങ്കിൽ ഇത് സെന്ററിൽ ഉണ്ടാക്കുന്ന കോൺ എനിക്ക് കിട്ടിയാൽ മതി. എന്താണ് BC എന്ന കോണിന്റെ നീളം? 2r സൈൻ x ആണ്. BC എന്ന കോണിന്റെ നീളം എന്ന് പറയുന്നത് റേഡിയസും സൈൻ ഹാഫ് ആംഗിളിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫിന്റെ സൈനും പ്രോഡക്റ്റ് ചെയ്തിട്ട് അതിന്റെ ഡബിൾ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ 2r സൈൻ x എന്ന് പറയുന്നത് സെൻട്രൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ്. അപ്പൊ ഇത് 2x ആണെങ്കിൽ x നമുക്ക് കിട്ടും. എനിക്ക് ഈ കോൺ ഉണ്ടെങ്കിൽ ഇതിന്റെ റേഡിയസ് 6 തന്നെ. റേഡിയസ് എനിക്ക് അറിയില്ല, 6 തന്നെ എടുക്കും. ഇതിന്റെ ഈ സെന്ററിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള അതാണ് റേഡിയസ് 6 തന്നെ എടുക്കും. അങ്ങനെയാണെങ്കിൽ BCയുടെ നീളം എന്ന് പറയുന്നത് ഈ കോണിന്റെ പകുതി എനിക്ക് വേണ്ട. ഈ കോൺ 50 ആണെങ്കിൽ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് 50 ആണെങ്കിൽ ഈ കോണിന്റെ അളവ് എത്രയായിട്ട് മാറുന്നു? 100 ആയിട്ട് മാറുന്നു. കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് എതിർചാപത്തിലെ കോണ്. അപ്പൊ ഈ 50ന്റെ ഇരട്ടിയാണ് കേന്ദ്രത്തിൽ ഉണ്ടാക്കേണ്ട ഈ കോണ്. അപ്പൊ 100 എന്നുള്ള ഈ കോണ് ഏത് ചാപത്തിന്റെ അല്ലെങ്കിൽ ഏത് കോണിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ്? BC കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ്. അപ്പൊ ഇത് 100 ആണെങ്കിൽ BCയുടെ നീളം എന്ന് പറയുന്നത് 2r സൈൻ 50 എഴുതിയാൽ പോലെ. നമുക്ക് 2r സൈൻ 50 എഴുതിയാൽ പോലെ. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? മനസ്സിലായല്ലായിരിക്കും.
നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരെയാണ്. നേരത്തെ പറഞ്ഞത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വരെയാണ്. ഒരു കോഡിന്റെ നീളം എന്ന് പറയുന്നത്, ഒരു ഞാണിന്റെ നീളം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് റേഡിയസ് ആൻഡ് ഹാഫ് ദി ആംഗിൾ ഓഫ് ദി സെന്റർ. അതിന്റെ സൈൻ ഓഫ് ദി ഹാഫ് ദി ആംഗിൾ അറ്റ് ദി സെന്റർ. ആ സെന്ററിൽ ഉണ്ടാകുന്ന കോണിന്റെ ഹാഫ് എടുക്കുക, അതിന്റെ സൈൻ, അതും തമ്മിലുള്ള പ്രോഡക്റ്റ്, ഏതുമായിട്ട്, റേഡിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. അങ്ങനെ കിട്ടിയ പ്രോഡക്റ്റിന്റെ ഡബിള്. അപ്പോൾ 2 ഇൻറ്റു r സൈൻ 50 എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും അത് വരച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ പകുതി ഇടാൻ ശരിക്കും എങ്ങനെ ചെയ്യുന്നത്, ഈ ഇവിടെ വീണ്ടും ഒരു കോൺ കൊടുത്തിട്ട് ഇത് കൊടുത്തിട്ട് OEC എന്ന ത്രികോണം എടുത്ത് ആ OEC എന്ന ത്രികോണത്തില് EC കണ്ടുപിടിച്ച് ECയുടെ ഡബിൾ കണ്ടുപിടിക്കുന്നു അല്ലേ, ECയുടെ ഡബിൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇവിടെ 100 ആണെങ്കിൽ ഈ കോണത്തിലേക്ക് മാറും, 50 ആയിട്ട് മാറും. 50-നെതിരെയുള്ള EC എന്തായിട്ട് മാറും, എതിർവശമായിട്ട് മാറും. OC 6 ആയിട്ട് മാറും. അപ്പൊ r സൈൻ 50 കിട്ടും. ഇത് r സൈൻ 50 ആണെങ്കിൽ BC എന്ത് കിട്ടും, 2r സൈൻ 50 എന്ന് കിട്ടും. അതേപോലെ ഇത് 50 ആണെങ്കിൽ എനിക്ക് ഇത് 100 കിട്ടിയ പോലെ ഇവിടെ ഇത് 60 ആണെങ്കിൽ ഈ കോണ് എത്രയായിട്ട് മാറും, 120 ആയിട്ട് മാറും അല്ലേ. ഇത് 60 ആണെങ്കിൽ ഇത് 120 ആവും. അങ്ങനെയാണെങ്കിൽ AC എന്ന നീളം എന്തായിട്ട് മാറും, 2r സൈൻ 60 എന്ന് എഴുതാം. ഇവിടെ 120ന്റെ പകുതിയല്ലേ ഉണ്ട്, സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയല്ലേ ഉണ്ട്. അപ്പൊ 2r സൈൻ 60 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്നതോ 2r സൈൻ 70 എന്ന് എഴുതിയാൽ പോരെ. ഇവിടെ 70 ആണെങ്കിൽ ഈ കോണ് എത്ര കിട്ടുക, എനിക്ക് 140ന്റെ പകുതിയാണ് 70. നമുക്ക് ഇവിടെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ, കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഈ ചിത്രത്തില്? വേണോ? 50 എന്ന ത്രികോണത്തിന്റെ A എന്ന കോണിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത്, A എന്ന കോണിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2r സൈൻ 50. ഈ കോണിന് എഴുതിയാൽ പോരെ, 2r സൈൻ 50 എഴുതിയാൽ പോരെ, മതി അല്ലേ. ഇവിടെ 60 ആവുമ്പോൾ 2r സൈൻ 60 ആണ്, ഏതെന്ന് എഴുതാം, AC എന്ന് എഴുതാം. ഇവിടെ 70 ആണെങ്കിൽ 2r സൈൻ 70 എന്ന് എഴുതാം. പക്ഷെ അത് യഥാർത്ഥത്തിൽ കിട്ടുന്നത് എങ്ങനെയാ, അതിന്റെ ഡബിൾ ആയതുകൊണ്ട് പകുതിയാക്കുമ്പോൾ ആ പകുതി ത്രികോണത്തിൽ വരുന്ന ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ട്രയാങ്കിൾ ABC ആണെങ്കിൽ 3 വശങ്ങള്, BC എന്ന വശം 2r സൈൻ A, AB എന്ന വശം 2r സൈൻ C, AC എന്ന വശം 2r സൈൻ B.